Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്, അതിന് എന്തെല്ലാം കാരണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ്, നമുക്ക് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്ന തിങ്സ് അല്ലെങ്കിൽ മാറ്റേഴ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, സ്ഥിരമായി നുണ പറയുന്ന സ്വഭാവം. ഒരു പക്ഷേ വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനായിരിക്കാം. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉള്ളത് കൊണ്ടായിരിക്കില്ല, എന്നാലും അറിയാതെ നുണ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ഇത് കണ്ടിന്യൂസ് ആയി ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. കാരണം നിങ്ങൾ പറയുന്നതിൽ ഏതാണ് സത്യം അല്ലെങ്കിൽ ഏതാണ് നുണ എന്നുള്ളത് അവർക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു സ്റ്റേജിൽ അവരെത്തും എന്നുള്ളതാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിലൊക്കെ ഒരു ഡൗട്ട്, ഒരു സംശയം വരാനുള്ള സാധ്യത കൂടും. ഇത് സ്വാഭാവികമായി വരുന്നതാണ്. കാരണം നിങ്ങൾ പല കാര്യങ്ങൾക്കും ഇതിനു മുമ്പ് കള്ളം പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. തുടർച്ചയായി നിങ്ങൾ കള്ളം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വിശ്വാസം കുറയാൻ ഇത് കാരണമാകും. രണ്ടാമത്തെ കാര്യം, ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു തവണ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഇമോഷണലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കാം, ഒരു തവണയാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇത് കാരണമാകും. കാരണം പലപ്പോഴും ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ചീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഒരു പവറാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ചീറ്റ് ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള വിശ്വാസം തകരാൻ അല്ലെങ്കിൽ ഇല്ലാതാവാൻ ഇത് കാരണമാകും. മൂന്നാമതായി, ഒരു വ്യക്തിയോടുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തിയെ തീരെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് പറയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. ഒരുപാട് പ്രോമിസ് നൽകും അല്ലെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും, എന്നാൽ എല്ലായ്പ്പോഴും അതിന് എക്സ്ക്യൂസ് കണ്ടെത്തി അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് അവരുടെ ഒരു സ്ഥിരം പതിവ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ വ്യക്തിയെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങും എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും ഷെയർ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. ഒരു പക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഇങ്ങനെ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ അവരുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറയാൻ വിട്ടുപോകും എന്നുള്ളതാണ് ഇങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ ഒരു എറർ വരുന്ന സമയത്ത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ പറയാതെ മറ്റൊരു വ്യക്തിയാൽ അറിയേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോഴും അവർക്ക് അവരുടെ മൈൻഡിൽ ഒരുപാട് സംശയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരും എന്നുള്ളതാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തുകൊണ്ട് മറന്നു, അല്ലെങ്കിൽ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ, ഇതെന്നോട് ഷെയർ ചെയ്യേണ്ടതായിരുന്നല്ലോ, എന്തുകൊണ്ട് മറന്നു, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരികയും അതൊരു സംശയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലായ്മയിലേക്ക് നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, ഈ കാര്യം വഴിയും ഒരു വ്യക്തിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഒരു റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടുള്ള ഒരു വിശ്വാസം പോകുന്ന ഒരു സിറ്റുവേഷനാണ് ആ വ്യക്തി നിങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നു, അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകൾ പറയുകയോ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ കളിയാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ പെർട്ടിക്കുലർ ആയിട്ട് എടുത്തുകൊണ്ട് അതിനെ കളിയാക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കും ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നു. ഇതൊരു പക്ഷേ ഇങ്ങനെ ഒരു തവണ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു പ്രവൃത്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു തവണ കാണുന്ന സമയത്ത് പലപ്പോഴും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും പറയും ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ളത്. പക്ഷെ ഇതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യരുത് അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം വീണ്ടും അവർ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള വിശ്വാസം പോകാൻ ഇത് കാരണമാകും. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ അവർ വിശ്വസിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഫിനാൻഷ്യലി എന്തെങ്കിലും സ്ട്രഗിൾ അനുഭവിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരിയഡിലായിട്ട് പോലും അതൊന്നും ഓപ്പണായി സംസാരിക്കാതെ
വീണ്ടും വീണ്ടും ഓക്കെ ആണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഭദ്രമാണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റേബിൾ ആണ് എന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നീട് ഏതെങ്കിലും ഒരു വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിൽ എത്തുമ്പോഴാണ് ഇത് റിവീൽ ആകുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് റിലേഷൻഷിപ്പിന് വളരെയധികം ഡാമേജ് വരുത്തും എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷൻ അവരോട് കൂടി ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കുറെ കൂടി ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ സാമ്പത്തികമായി പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അത് തുറന്നു പറയാതെ ആ ഒരു കണ്ടീഷനെ വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടാണ് നിങ്ങളത് പറയുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അങ്ങനെയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഒരു പക്ഷേ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ വിഷമിക്കേണ്ട, അല്ലെങ്കിൽ അവർ സ്ട്രെസ്ഡ് ആവണ്ട എന്നൊക്കെ കരുതിയിട്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു പോയിന്റിൽ അവർക്ക് മനസ്സിലാകുന്ന സമയത്ത് ആയിരിക്കും അവർ വിചാരിക്കുന്നത് എന്നോടൊന്നും പറയാത്തതാണ്, ആക്ച്വലി അവർ സ്ട്രഗിളിങ്ങിലാണ് എന്നുള്ള രീതിയിൽ അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്നത് ഇതൊരു പക്ഷെ അവർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റൻഷനിലായിരിക്കും അവരത് പറയാതിരിക്കുന്നത്, എന്നാലും ചിലപ്പോഴെങ്കിലും ഇത് നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഫൈനലി പങ്കാളിയെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കൂടുതലായിട്ട് അമിതമായിട്ട് ഓരോ കാര്യങ്ങളിലും നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നത്. കാരണം എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ നിയന്ത്രിക്കുമ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഓവർ കൺട്രോളിങ് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ശ്വാസം മുട്ടലായിരിക്കും അനുഭവപ്പെടുക. സ്വാഭാവികമായിട്ടും അത് ഓവർ തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ് കൊണ്ടാണോ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതോ, എനിക്ക് പേഴ്സണൽ സ്പേസ് ഒട്ടും അനുഭവിക്കാൻ പറ്റാത്തത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സ്വയം മനസ്സിൽ ഉയർന്നു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓവർ കൺട്രോളിംഗ് ആണ് പലപ്പോഴും വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാരണം. ഇത്രയും കാര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ ബന്ധം എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറ അല്ലെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കുന്നത് ട്രസ്റ്റ്, വിശ്വാസത്തിലാണ്. ആ വിശ്വാസം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നീട് ആ റിലേഷൻഷിപ്പ് അൺഹാപ്പി ആയി തുടരും എന്നുള്ളതാണ്. കാരണം എല്ലാ കാര്യത്തിലും ഒരു സംശയം വരും, ഒരു സന്തോഷക്കുറവ് വരും, വിശ്വാസമില്ലായ്മ വരും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിന് ഒരു അർത്ഥമില്ലാതെയാവും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്, വിശ്വാസം. സോ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്